പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 15 ശനിയാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്കാണ്. അവിടെ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ തിരുവാതിരക്കളി അവതരണമുണ്ട്. ഞങ്ങൾക്ക് വൈകിട്ട് 7:15 സമയം ലഭിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾ 5:30 കൂടി ഇവിടെ നിന്ന് അന്തിക്കാട് നിന്ന് യാത്ര പുറപ്പെട്ടു. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തിരുവാതിര കളിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലോ. ഞങ്ങൾക്ക് അത് ലഭിച്ചതിൽ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ഈ ടീം ചെത്തിമന്താര അന്തിക്കാട് തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു സ്പെഷ്യൽ അനുഭവമാണല്ലോ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കളിക്കുക എന്നുള്ളത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അവരൊക്കെ തലേദിവസം തന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഇത് കളിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര അടുത്തായതുകൊണ്ട് ഞങ്ങളൊരു വണ്ടി വിളിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിലായി. എല്ലാവരും ലഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ലഡു കഴിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമിലുള്ള ചേച്ചിയുടെ മകൾ പ്രസവിച്ചതിൻ്റെ ഒരു ചിലവാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത്. എനാമാവ് ബണ്ട് കണ്ടു. ഇതിപ്പോൾ ഗുഡ് ഷെപ്പേർഡ് പള്ളി, കാഞ്ഞാണി, പാവർട്ടി, ചാവക്കാട് റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. ഇന്ന് ഞങ്ങൾ പടിഞ്ഞാറേ നടയുടെ ഭാഗത്താണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി കുറച്ച് നടക്കണം. നമുക്ക് എന്തായാലും വണ്ടി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കില്ലല്ലോ. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പടിഞ്ഞാറേ നടക്കിലെ നടപ്പന്തലിലേക്ക് എത്തുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറേ നടക്കിലെത്തി. ഇവിടെ എല്ലാ പരിപാടി ഇതിന് നേരെ ഓപ്പോസിറ്റ് രുദ്രതീർത്ഥക്കുളത്തിൻ്റെ അവിടെയാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. വൃന്ദാവനം എന്ന് പറയും സ്റ്റേജ്. അവിടേക്ക് നമ്മൾ ഇനി നടന്നു പോകണം. ആ വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളവിടെ പോയി പേര് കൊടുത്തു. ഞങ്ങൾക്ക് ചെന്നപ്പോൾ 12ാമത്തെ നമ്പറായിട്ടാണ് കിട്ടിയത്. ആ നമ്പറിൽ ഞങ്ങൾ കളിച്ചു. ഇത് അവർ നൽകിയ സ്നേഹ സമ്മാനമാണ്. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്, ഭഗവാന്റെ ഫോട്ടോ, ഒരു വിളക്ക് എല്ലാം ഞങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പ്രായഭേദമന്യേ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. എല്ലാവരും പിള്ളേരവിടെ ഒരു സൈഡിലിരിക്കുന്നു. ഞങ്ങളാണ് ഈ യാത്ര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചത്. അപ്പോൾ ഗുരുവായൂർ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പെർഫോമൻസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം, അഭിപ്രായം പറയണേ.